എൻ്റെ വീഡിയോ കാണുമ്പോൾ പലരും പറയും എല്ലാം വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ അധികവും പറയുന്നതെന്ന്. ശരിക്കും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ അറിയാൻ പാടുള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ വീടിനെ, മക്കളെ, കുടുംബം എല്ലാം നോക്കി ഇങ്ങനെ ഓരോന്നും വിലയിരുത്തുന്ന ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടി പിള്ളേരുടെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മക്കള് ചെറുതായിരിക്കുമ്പോൾ നമ്മള് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും ഒരു പേരൊക്കെ അവർക്ക് കണ്ടുപിടിക്കുന്നത്. കാരണം അവരല്ലല്ലോ ശരിക്കും. കുട്ടികൾക്ക് 28ൻ്റെ അന്നൊക്കെ പേരിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് വലുതായി കഴിയുമ്പോൾ ഇവരുടെ ചോദ്യമുണ്ട്, ഈ അമ്മയ്ക്ക് അച്ഛനെ എവിടുന്ന് കിട്ടി ഈ പേര്? എന്തോരം നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇട്ടേക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു പേര്. ഉം. അത് കഴിഞ്ഞു, അമ്മയ്ക്ക് എന്നെ പാട്ട് പഠിപ്പിക്കാൻ പാടുണ്ടായില്ലേ, ഞാൻ നന്നായിട്ട് പാടുമെന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണത്. അമ്മയും അച്ഛനും തന്നെ അതിന് വിടാതിരുന്നേ. ഉം. അടുത്തത്, ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന കുട്ടികൾ പറയണേ. അമ്മയും അച്ഛനും എന്താ അതിന് വിടാതിരുന്നേ? ഇങ്ങനെ ഓരോരോ പരാതികളാണ് നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മള് ചെറുതിലെ ഇവർക്ക് തലമുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്നത്. സ്കൂളിൽ വിടുമ്പോ ആദ്യമൊക്കെ നമ്മള് അടുക്കളപ്പണി കഴിഞ്ഞ് ഓടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കണക്കിന് ഇതൊക്കെ കെട്ടി ഇതുങ്ങളെ വിടും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് മര്യാദയ്ക്കൊന്നും അല്ല, അമ്മ കടമ കഴിക്കാൻ വേണ്ടി ഒരു കടത്ത് കഴിച്ചേക്കണതാന്ന് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ നന്നായിട്ട് കെട്ടിപ്പടിച്ച് കഴിഞ്ഞിട്ട് പറയും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അന്ന് വരെ ഇത് കെട്ടിപ്പടിക്കുന്നത് വരെ നമ്മളെ കാത്ത് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നവരാണ്. ഒരു ദിവസം അങ്ങ് കെട്ടിയോടുകൂടി പിന്നെ നമ്മൾ അത്രയും നാളും കെട്ടിക്കൊടുത്ത മുടികെട്ടൊക്കെ മോശമായിരുന്നു എന്ന് അവർ പറയുന്നത്. അങ്ങനെ മക്കള് വളർന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് ഏം, ചെറിയ രീതിയിൽ നമ്മളോട് കുശുമ്പായിട്ട് പറയാറുണ്ട്. അതായത് അതങ്ങനെയല്ല ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടായിരുന്നത്. ചിലതൊക്കെ നമ്മൾ ചിരിക്കും അത് കണ്ടിട്ട്. കാരണം അവര് വലുതായി വരുവാണല്ലോ, അവരുടെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ.